ഹലോ, വിന്റർ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകുന്നില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ട്രിപ്പ് പോകാനിച്ചേ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. ചൊവ്വാഴ്ചയാണ് 2-ാം തീയതി. ഇപ്പോൾ സമയം 7 മണിയായി. ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഒരു പെട്ടി നിറയെ സ്നാക്സ് ഒക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ കാണാൻ നിങ്ങളും പോരെ. അങ്ങനെ ഈ കൊല്ലത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 319 കിലോമീറ്ററോളം ദൂരെയാണ് ഞങ്ങളുടെ യാത്ര പോകുന്നത്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാലോ? നമുക്ക് പോകുന്ന വഴിക്ക് വയറൊക്കെ നിറച്ചിട്ട് പോവാം. അങ്ങനെ പതിവ് പോലെ പുറത്തിറങ്ങിയ പാടെ തന്നെ എനിക്ക് വിശന്നു. അപ്പം ഞങ്ങൾ അടുത്തുള്ള ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചിട്ടാണ് യാത്ര തുടർന്നത്. അപ്പോൾ പോയ വഴിക്ക് കുറേ ദൂരം ഉണ്ടായിരുന്നല്ലോ, രാത്രിയായിരുന്നു. അതുകൊണ്ട് അധികം കാഴ്ചകളൊന്നും കാണാനില്ലായിരുന്നു. റോഡൊക്കെ നല്ലതായതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് കൺവീനിയൻസ് സ്റ്റോറിലൊക്കെ നിർത്തി. ഇതിപ്പോൾ ഞങ്ങൾ അവിടെ എത്താറായി തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. പക്ഷെ സംഭവം അവിടെ 9 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്താക്കാന്ന് വിചാരിച്ചു. കുറേ നേരത്തെ അവിടെ എത്തണ്ടല്ലോ, ഒരു 9 മണിയൊക്കെ വന്നു. അപ്പൊ നമ്മളിവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് വെച്ചു. ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അതിന്റെ ഫ്രണ്ടിലൊരു പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. നല്ല സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കേ, ബൈ, ഗുഡ് നൈറ്റ്, റൈറ്റ് ഓഫ് ചെയ്തു. ഇവിടെ കിടന്നതാ, ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പൊ നമുക്ക് റോൾസിനെ വിളിച്ച് എണീപ്പിക്കാം. അങ്ങനെ നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ ഈ ഡിസംബറിൽ ട്രിപ്പ് പോകുന്നത് തന്നെ മഞ്ഞ് കാണാനാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്കൊന്നും മഞ്ഞ് കാണുന്നില്ല. കുറച്ചങ്ങ് നഗാനോ എത്തിയപ്പോൾ കുറച്ച് മഞ്ഞ് മലകൾ കാണുന്നുണ്ട്. പക്ഷേ റോട്ടിലൊന്നും മഞ്ഞ് കാണുന്നില്ല. അപ്പോൾ സാധാരണ ഞങ്ങൾ പോയി ഒരു കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായി. എന്നിട്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസൊക്കെ കുറേ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് നഗാനോ ഒളിമ്പിക് മ്യൂസിയത്തിലേക്കാണ്. 1998 ഇവിടെ വെച്ചാണ് വിൻ്റർ ഒളിമ്പിക്സ് നടന്നത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞങ്ങളവിടെ പോയത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നഗാനോ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൻ്റെ സൈനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ ഇപ്പോൾ സ്കീയിങ് ആണ് ചെയ്യുന്നത്. കുട്ടികളും വലിയവരൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ നിന്നില്ല. റോൾസിന് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിർത്തിയില്ല. പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. പോകുന്ന വഴിക്ക് തന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആ തിരക്കിലൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് സെൻഗോജി എന്ന് പറഞ്ഞൊരു ടെമ്പിളിലേക്കാണ്. ഇത് 7th സെഞ്ച്വറി പണിത ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ സെർച്ച് ചെയ്യാതെയാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇതിനുള്ളിലെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് അത് പിന്നീട് ബുദ്ധിസം ഇവിടെ സ്പ്രെഡായ സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തതെന്ന്. പിന്നെ അതെല്ലാം ഹൈഡാക്കിയാണ് വെച്ചിരിക്കുന്നത്. അത് ആ 7th സെഞ്ച്വറിയുടെ അവസാനം തന്നെ അത് ഹൈഡാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ആരെയും കാണിച്ചിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പൊടിയിട്ട താഴോട്ട് വീഴാൻ പറ്റത്തില്ലാത്ത പോലെ ആൾക്കാരായിരുന്നു. പിന്നെ ഉള്ളിലാണെങ്കിലും ഇതിനപ്പുറത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. പിന്നെ ഉള്ളിൽ ഈ മെയിൻ ഹാളിലും ഒക്കെ കയറണമെങ്കിൽ വേറെ എൻട്രൻസ് ഫീ ഒക്കെ എടുത്ത് കയറണമായിരുന്നു. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാരണം ഞങ്ങൾ ചെയ്തില്ല. പിന്നെ ഇവിടെ മറ്റേ വിഷ് എഴുതിയിട്ട് തൂക്കുന്ന സാധനം എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബെല്ലുണ്ട്. ഈ ബെല്ല് മുഴക്കിയിട്ടാണ് ഈ നഗാനോ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയോ അമ്പലത്തിൻ്റെ ഭാഗമായ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ പുറത്തുണ്ടായിരുന്ന വീല് നമുക്ക് ഫ്രീ ആയിട്ട് കറക്കാൻ പറ്റുമെങ്കിലും അകത്തെ വീല് കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻട്രൻസ് ഫീ ഒക്കെ കൊടുത്ത് കയറണമായിരുന്നു. പിന്നെ ഇത് ബുദ്ധയുടെ കാൽപ്പാട് അവിടെ ആ റോക്കിൽ ഇംപ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കുറേ പ്രതിമകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ബാക്കിൽ ഓരോ ഹിസ്റ്ററി ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 2 സൈഡിലും നിറയെ കടകളാണ്. സ്നാക്ക് ഷോപ്പും സുവർണിയർ ഷോപ്പുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു സ്നാക്ക് ഷോപ്പിൽ കയറി. ഇത് ഒരു മീറ്റ് പോലെ ഉണ്ടെങ്കിലും അത് റൈസ് വെച്ചിട്ടുള്ളൊരു സ്നാക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു. എനിക്ക് നാട്ടിലെ പെരുന്നാൾ ഉത്സവമൊക്കെ മിസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം ആ ഒരു വൈബാണ് കിട്ടിയത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷുഗർ കോട്ടഡ് സ്ട്രോബെറി വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. 3 മണിക്കായിരുന്നു ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി.
പിന്നെ രാത്രിയായപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രാത്രിയായപ്പം ഞങ്ങൾ ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ട്രിപ്പ് ശരിക്കും എനിക്കൊരു സർപ്രൈസ് ട്രിപ്പായിരുന്നു. റോസ് തലേദിവസം വന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്നതാണ്. അത് കാരണം ഒന്നും റിസർച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് നഗാനോ ഒളിമ്പിക് ദീപശിഖയാട്ടോ, ഒളിമ്പിക്സിൻ്റെ അങ്ങനത്തെ ഒരു ചെറിയ പാർക്കുണ്ടായിരുന്നു. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്, നഗാനോ ഗൊണ്ടോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. പക്ഷെ രാത്രി ആയത് കാരണം എല്ലാം അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഉറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രെഡും ബണ്ണും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. നഗാനോ വന്നത് തന്നെ ഇവിടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾക്കൊരു റെയിൻബോ ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി തുടങ്ങിയപ്പോൾ തന്നെ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഒരു സന്തോഷ സമാധാനമൊക്കെ കിട്ടി. എന്തായാലും മഞ്ഞുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മനോഹരമായ വഴികളിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങളിപ്പം മങ്കി പാർക്കിലേക്ക് പോവുകയാണ്. വെറും മങ്കി പാർക്കല്ല, സ്നോ മങ്കി പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഒരു 2 കിലോമീറ്ററോളം നമ്മൾ നടന്ന് വേണം അവിടെ എത്താൻ. അപ്പോൾ ഈ 2 സൈഡിലും മഞ്ഞ് മൂടിയ ഈ വഴികളിലൂടെ വേണം നമ്മൾ നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് തെന്നുന്നൊക്കെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ച് നടക്കണം. കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ മഞ്ഞ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ ഒരു ഗിഫ്റ്റ് ഷോപ്പ്, ഒരു സുവർണിയ ഷോപ്പുണ്ട്. അവിടെ ഈ ചെരുപ്പും ജാക്കറ്റും അങ്ങനത്തെ സാധനമൊക്കെ റെൻറ്റിന് കൊടുക്കുന്നൊരു കടയും കൂടി ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പോൾ ഇതാ മഞ്ഞ് കണ്ടില്ല എന്നുള്ള വിഷമം ഇതാ തീർന്നിരിക്കുക. പക്ഷെ ഇവിടെ ഫുൾ ചെളിയായിരുന്നു കേട്ടോ. സൈഡിൽ മാത്രമേ മഞ്ഞുള്ളൂ. നമ്മൾ നടക്കുന്ന വഴിയെല്ലാം മഞ്ഞില്ലാതെ ഫുൾ ചെളിയായിരുന്നു. മഴയും കൂടി ആയത് കാരണം പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് അടിപൊളി സ്നോഫോളും കിട്ടി. ഈ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു. മഞ്ഞ് കാണുന്നില്ല, ഇത്രയും ദൂരം വന്നിട്ട് മഞ്ഞ് കാണാതെ പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ പേടി തീർന്നു. ഈ മഞ്ഞോട് മഞ്ഞ്, ഫുൾ സ്നോഫോൾ തന്നെയായിരുന്നു. ഞാൻ മഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നേരെ നിൽക്കുന്ന സ്നോഫോളൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്നോഫോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സ്നോ മങ്കി പാർക്കിൻ്റെ എൻട്രൻസിൽ എത്താറായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് കടന്നു. ഫുൾ മഞ്ഞെന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞ് തന്നെയായിരുന്നു. എന്തായാലും അടിപൊളി വ്യൂ ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് നഗാനോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ദ സ്നോ മങ്കി പാർക്ക്. അപ്പോൾ BBC എന്നൊക്കെ ആൾ വന്നിട്ട് ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ അടുത്തുള്ളപ്പോൾ നമ്മൾ പോകണമല്ലോ, അതാണ് ഇത്ര ദൂരം ഞങ്ങൾ വന്നത്. ഇത് ഹോട്ട് സ്പ്രിംഗ് ആണ്, ഭൂമിയുടെ അടിയിൽ നിന്ന് ചൂടുവെള്ളം. ഇതിപ്പോൾ വേപ്പേഴ്സാണ് വരുന്നത്. പിന്നെ ഈ എൻട്രൻസും കൂടെ കടന്നാൽ നമ്മൾ പാർക്കിലേക്ക് എത്തും. ഇവിടെ ചെറിയൊരു എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അങ്ങ് ദൂരെ നമ്മൾ മങ്കീസിനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഈ മങ്കീസിൻ്റെ പ്രത്യേകത. ഇത് മഞ്ഞത്ത് ഉള്ള മങ്കീസാണ്. ഈ മങ്കീസ് ഇങ്ങനത്തെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വരും. അപ്പോൾ ഇവരുടെ കുളിസിയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ കയറുവാണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മങ്കീസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കാം. മങ്കീസൊക്കെ വളരെ ഫ്രണ്ട്ലി ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 800 റുപ്പീസാണ് അഡൾട്ടിന്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു സുവർണിയ ഷോപ്പും പിന്നെ ഹോട്ട് വാട്ടറും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് നമുക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി. ഈ മഞ്ഞത്തിറങ്ങി കഴിയുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ, തണുപ്പത്തുനിന്ന് കയറി ഒരു ചെറിയ ആശ്വാസമായിട്ട് നിൽക്കാൻ പറ്റും. എന്തായാലും നല്ല സെറ്റപ്പായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്നോ മങ്കീനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല ഫുൾ സ്നോയാണ്. അപ്പോൾ ലോകത്ത് ഇവിടെ മാത്രമേ സ്നോ മങ്കീസ് ഇങ്ങനെ വെള്ളത്തിൽ ഹോട്ട് സ്പ്രിങ്ങിൽ ഇറങ്ങി നിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല സ്നോ ഞങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ തുടക്കം തന്നെ ഞങ്ങൾ മങ്കീസിനെ കണ്ടു തുടങ്ങുന്നുണ്ട്. ആ കുളത്തിലെത്തേണ്ട വഴിയിൽ തന്നെ ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ടായിരുന്നു. മങ്കീസൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ആരും നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, നമ്മളായിട്ട് ഇതിനെ ഉപദ്രവിച്ചാലേ ഉള്ളൂ. എല്ലാവരും കൂടി ഇതിനെ വളഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ വയലൻ്റ് ഒന്നും ആവുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന സീൻ.
ജിഗോകുദാനി സ്നോ മങ്കി പാർക്ക് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. ഇവിടുത്തെ മങ്കീസ് ഇതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെയാണ് കേട്ടോ കുളിക്കുന്നത്. ഇത് പാർക്കോ സൂവോ ഒന്നുമല്ല. ഇത് മങ്കീസ് അവരുടെ താമസിക്കുന്ന അതേ ആവാസ വ്യവസ്ഥയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ കുളം മാത്രം മനുഷ്യനിർബന്ധമാണ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ സാധാരണ ഒറിജിനലായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ ജപ്പാനിലൊക്കെ ഹോട്ട് സ്പ്രിംഗ് ഉള്ള സ്ഥലത്ത് ആളുകൾ ഈ തണുപ്പ് കാലത്തും ഒക്കെ ഇങ്ങനത്തെ ചൂട് വെള്ളത്തിൽ ഇറങ്ങിയിരുന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഈ മങ്കി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവിടെ ഒരു സീല് വെക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. എന്തിനുള്ളതാണെന്നൊന്നും അറിയത്തില്ല. പോസ്റ്റ് കാർഡ് പോലെ നമുക്ക് ഇവിടുത്തെ സീല് ചെയ്തിട്ട് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങളും അതുപോലെ ഒരെണ്ണം എടുത്തു. ഇനി ഞങ്ങൾ തിരിച്ച് മടങ്ങി പോവുകയാണ്. ആവശ്യത്തിന് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകേണ്ടത്, സ്നോയുടെ ഇടയ്ക്കൂടെ. അങ്ങനെ ഞങ്ങൾ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സജിനെ ഓർഡർ ചെയ്ത് തിരക്കിലാണ്. ഏതൊക്കെയാണ് ഓർഡർ ചെയ്തത്? സ്പെഷ്യൽ സ്പൈസി ചിക്കൻ രാമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ഈ തെരിയാക്കി മൈനൈസ് ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു. പിന്നെ സ്നോ മങ്കി. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് സ്നോ മങ്കി മാഷ്മെല്ലോ കോഫി. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഹോട്ട് ചോക്ലേറ്റ് മാത്രമേ കിട്ടി. ഫുഡ് കഴിക്കലും കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലെത്തിയപ്പോൾ വണ്ടി ഫുൾ മഞ്ഞായിരുന്നു. റോസിൻ്റെ ഒക്കെ നല്ല എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആൻജോ വീട്ടിലാണ്. അവിടെ ചെന്നിട്ട് ഈ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവരുണ്ടാക്കി ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ഇത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള ജീവനുള്ള കോഴീനെ വാങ്ങിച്ചിട്ട് ഇവർ കറി വെച്ചതാണ്. അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളതെല്ലാം വാങ്ങിച്ച് അവരോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു മെമ്മറബിളായ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ട്രിപ്പ് അടിപൊളി തന്നെയായിരുന്നു. ഒട്ടും നഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ജപ്പാനിലുള്ളവരാണെങ്കിൽ പറ്റുമെങ്കിൽ ആ സ്ഥലമൊക്കെ പോയി കാണണം. ഞാൻ ലൊക്കേഷനൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.